എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഒരു വെണ്ടയ്ക്കാമപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം എണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് കടുക് നന്നായി പൊട്ടണം. പൊട്ടി വരുമ്പോഴേക്കും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇത് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് മീഡിയം സൈസ് സവോള ഒരെണ്ണം എടുത്ത് ചേർക്കാം. അതിനുശേഷം അത് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി വരുമ്പോഴേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് നീളത്തിൽ ഇതുപോലെ രണ്ടായി പൊളന്ന് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അത് ചേർത്ത് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അതൊന്നും വാടി നന്നായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെക്കണം നമ്മൾ. അതിനുശേഷം തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കിയ ശേഷം തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് 2 പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്താലും കുഴപ്പമില്ല, ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അത് മൂടി വെച്ച് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. പാല് നന്നായി കുറുകി വരണം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ 1 പാലും കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് 1 പാലാണ് ചേർക്കേണ്ടത്. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 പാല് ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്താൽ കറിക്ക് മധുരവും ആകും. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.